ശക്തമായ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് മാത്രം വലിയ മാറ്റമില്ല. ഉൾനാടൻ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലായതോടെ കുട്ടനാട്ടിലെ ഗതാഗത സംവിധാനം പൂർണ്ണമായി നിലച്ചു. മിക്കയിടങ്ങളിലും KSRTC സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും അമ്പലപ്പുഴ തിരുവല്ല റോഡിലും ഗതാഗതം 5-ാം ദിവസവും ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, വെരി ഗുഡ് മോർണിംഗ് മനീഷ്. എന്താണ് പൊതുവെ കുട്ടനാട്ടിലെ അവസ്ഥ? ശരൺ നേരത്തെ ചക്കുളത്തുകാവിൻ്റെ പരിസരത്തെ ദൃശ്യങ്ങൾ കാണിച്ചു. നമ്മുടെ അമ്പലപ്പുഴ തിരുവല്ല റോഡ്, അതേപോലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ്, AC റോഡ്, എന്തൊക്കെയാണ് അവസ്ഥ മൊത്തം? പൊതുവെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നതിനിടയിൽ വീണ്ടും പെയ്യുന്ന മഴ ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് ലോവർ കുട്ടനാടിന്റെ ഭാഗമായിട്ടുള്ള മങ്കൊമ്പിലാണ്. മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിലാണ്. ഇവിടെ AC റോഡിൽ ഇപ്പോഴത്തെ 5-ാം ദിവസവും നമ്മൾ വെള്ളത്തിൽ തന്നെയാണ്. 25 കിലോമീറ്ററുള്ള ഈ AC റോഡിൽ ഏകദേശം 2 മുതൽ 4 കിലോമീറ്റർ ഭാഗം വരെ മാത്രമാണ് വെള്ളമുള്ളത്. പക്ഷേ ഇത് ഗതാഗതത്തെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ കഴിയൂ. ചെറിയ വാഹനങ്ങൾ വന്നാൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിന്റെ കാരണം പറയാതെ വയ്യ. കാരണം ഈ AC റോഡിന് സമാന്തരമായി തൊട്ട് അടുത്ത് തന്നെയുള്ള AC കനാല് നമുക്ക് കാണാം. ഈ AC കനാല് കര കവിഞ്ഞൊഴുകുകയാണ്. സാധാരണ ഇത് മഴ പെയ്തത് 3-4 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അതിശക്തമായ മഴ. ഈ 2-3 ദിവസങ്ങൾക്ക് മുൻപ് അത്രയും മഴയില്ലായിരുന്നു. ആ ദിവസങ്ങളിൽ പെയ്ത മഴ യഥാക്രമം ഈ കനാലിന് ആഴം കൂട്ടി അത് തോടുകളിലൂടെയും കനാലിലൂടെയും ഒഴുകിപ്പോയിരുന്നുവെങ്കിൽ ഈ AC റോഡിലേക്ക് ഇത്രയും വെള്ളം കയറില്ലായിരുന്നു. എത്ര ഉയർത്തി കെട്ടിയാലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഒരു പരിധിക്കപ്പുറം AC റോഡ് ഉയർത്തി കെട്ടാനും കഴിയില്ല. കാരണം അത് തൊട്ടടുത്ത് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബണ്ടായി മാറി പിന്നീട് ആ മറ്റു മേഖലകൾ വെള്ളക്കെട്ടായി മാറും. അങ്ങനെ ഈ AC റോഡിലെ പ്രശ്നം എന്താണെങ്കിലും 3-4 ദിവസം കൂടി എന്തായാലും നിലനിൽക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് ഇപ്പോഴും ഈ ഭാഗത്തേക്ക്, ആലപ്പുഴ ഭാഗത്തേക്ക് എത്തുന്നത് യഥാക്രമം അച്ചൻകോവിൽ, മണിമല, പമ്പ ആറുകൾ വഴി തോട്ടപ്പള്ളിയിലേക്കുള്ള നീരൊഴുക്ക് അത്രയും ശക്തി പ്രാപിച്ചിട്ടില്ല. അത് ശക്തി പ്രാപിച്ചാൽ ഈ വെള്ളം എത്രയും വേഗം ശരവേഗത്തിൽ ഒഴുകി പോകുന്നതാണ് നമ്മൾ 2018 ശേഷം കണ്ട കാഴ്ച. ഇപ്പോഴിതാ കുട്ടനാട്ടെ ഏറ്റവും ആളുകളെ ബാധിക്കുന്ന വിഷയം ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 2 AC റോഡും അമ്പലപ്പുഴ തിരുവല്ല റോഡ്, മറ്റു പ്രധാനപ്പെട്ട റോഡുകളെ എടത്വ ചമ്പക്കുളം റോഡ്, ഒപ്പം തന്നെ ഈ തട്ടാശ്ശേരിയിലെ ജങ്കാർ സർവീസ് ഉണ്ട്. ആ ജങ്കാർ സർവീസ് നിർത്തലാക്കിയതുകൂടി കാവാലം എന്ന ഗ്രാമം അത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മുട്ടാർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കിടങ്ങറയിൽ നിന്നും എടത്തുവയിലേക്ക് പോകാൻ കഴിയില്ല. തകഴിയിൽ നിന്ന് പൂപ്പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ഗ്രാമീണ റോഡുകളെല്ലാം വെള്ളം കയറി. ഒപ്പം തന്നെ 124 ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ തുറന്നത്. ഇന്നലെ വൈകുന്നേരം 8 ക്യാമ്പുകൾ തുറന്നു. 18,546 പേരാണ് ആകെ ജില്ലയിൽ ക്യാമ്പിലുള്ളത്. ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെങ്ങന്നൂരായിരുന്നു. ഇപ്പോഴിതാ ചെങ്ങന്നൂരിനേക്കാൾ കൂടുതൽ ക്യാമ്പ് എടത്വ, തലവടി ഭാഗത്തേക്ക്, അതായത് അപ്പർ കുട്ടനാടിന്റെ കുറച്ചുകൂടി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ക്യാമ്പുകൾ മാറ്റുന്നത്. അതായത് ഈ വെള്ളം ചെങ്ങന്നൂരിൽ നിന്നും പിന്നീട് അപ്പർ കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും ലോവർ കുട്ടനാട്ടിലേക്ക് കൂടി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള KSRTC ബസ്സുകളാണ്. കാരണം എല്ലാ ദിവസവും ചങ്ങനാശ്ശേരിയിലേക്കും കോട്ടയത്തേക്കും ഒക്കെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ പക്ഷേ ഇങ്ങനെ KSRTC ബസ്സിൽ ഇപ്പോൾ പോകണം. ഒപ്പം തന്നെ ജല ഗതാഗത വകുപ്പ് ഇത്തരത്തിൽ KSRTC ബസ് മറ്റു ചില ഗ്രാമീണ റോഡുകളിൽ സർവീസ് നിർത്തിയത് കൊണ്ട് ജലഗതാഗത വകുപ്പ് 3-4 SWTDയുടെ സർവീസ് അധികം കൂടി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ ഈ രീതിയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിൽ 3-4 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങി അങ്ങ് പോകും. ഇനി അതല്ല, മഴ ശക്തി പ്രാപിക്കുകയാണ്, കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുകയാണ്, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നില്ല എങ്കിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കും. എന്താണെങ്കിലും കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് 2018 ശേഷം ഈ വർഷമാണ് ഇത്രയും ദുസ്സഹമായ ഒരു രീതി ഉണ്ടാകുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, പാവപ്പെട്ടൊരു ചേട്ടൻ ഒരു ബൈക്കിൽ നിന്ന് വരുന്നുണ്ട്. അയ്യോ, ആ ബൈക്ക് നിന്ന് പോയാൽ വലിയ ബുദ്ധിമുട്ടുമാണ്. മാത്രമല്ല നിന്ന് പോയാൽ വെള്ളക്കെട്ടുകളിൽ ഇല്ല, നിന്നിട്ടില്ല ചേട്ടൻ. ഇപ്പോൾ അതിൽ നിന്ന് കടന്നു വന്നു. ബസ്സുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അല്പം ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പുറത്തെ കടകളിലേക്കും സൈഡിലൊക്കെ നിൽക്കുന്നവരിലേക്കും ഒക്കെ ഈ വെള്ളം അടിച്ച് കയറുകയും ചെയ്യും. ബസ്സിന് കടന്നു പോകുന്നതിന് പ്രശ്നമില്ല, ചെറിയ വാഹനങ്ങൾക്കാണ് പ്രശ്നം. ട്രക്കുകളും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഒന്നിലധികം വെള്ളക്കെട്ടുകൾ ഈ MC റോഡിൽ, AC റോഡിലുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയട്ടെ, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ആ വെള്ളക്കെട്ടിനെ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ബൈക്ക് യാത്രക്കാരോട് പ്രത്യേകിച്ചും, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വാഹനം അവിടെ വെച്ച് വെള്ളക്കെട്ടിൽ വെച്ച് നിന്നു പോയാൽ ഒരു കാരണവശാലും നിങ്ങൾ നോക്കൂ, ഒരു ചേട്ടൻ്റെ വണ്ടി അവിടെ നിന്നോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, ചേട്ടൻ കയറിയിട്ടുണ്ട്. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളക്കെട്ടിൽ നിന്ന് മാറ്റി നിർത്താതെ ഓൺ ചെയ്യരുത്. വെള്ളക്കെട്ടിൽ വെച്ച് വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ വെള്ളവും കൂടി എഞ്ചിനിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. എക്സോസ്റ്റ് പൈപ്പ് വഴി കയറും. എക്സോസ്റ്റ് പൈപ്പിന് മുകളിൽ വെള്ളമുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എഞ്ചിൻ പ്രവർത്തിപ്പിക്കരുത്. അത് അപകടമാണ്. പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എഞ്ചിനിൽ വെള്ളം കയറിയാൽ.
അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ വിചാരിക്കും ഇതാ ഒരു ആൾട്ടോയാണ് വരുന്നത്, ഇത് ഇന്നോവയാണ് വരുന്നത്. അപ്പോൾ ഇന്നോവ, ആൾട്ട തുടങ്ങിയ ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ കാര്യമായിട്ടില്ലാത്ത വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളക്കെട്ടിൽ ഇറങ്ങുമ്പോൾ ജാഗ്രത വേണം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോവും, പിന്നെ തള്ളി ശരിയാവും.